ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ജേർണലിംഗ് സപ്ലൈസിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജേർണലിംഗ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് കോണ്ടൻസ് ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനത്തെ ഒരാൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ അത്തരം ജേർണൽ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്താണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്തിട്ട് ജേർണലിംഗ് ചെയ്യാം എന്നുള്ളതാട്ടോ. അതായത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കാത്ത സപ്ലൈസ് ഉണ്ടാവില്ലേ, അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഒരുവിധം ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോഴായിരുന്നു കേട്ടോ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഒരുവിധം അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഐറ്റംസ് എന്നും പിന്നെ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ ജേർണലിംഗ് ചെയ്യാന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നത് ഈ മിനിമലിസ്റ്റിൻ്റെ പാക്കിംഗ് കവറായിട്ട്. ഇത് ഞാനൊരു സീറോ ഓർഡർ ചെയ്തപ്പോൾ അതിൻ്റെ പാക്കേജിങ് ആയിരുന്നു. എനിക്ക് പിന്നെ ഒരു സ്വഭാവമുണ്ട്, എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും എടുത്ത് വെക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ, എന്തെങ്കിലും ഉപകരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ ഒരു പാക്കിംഗ് കവറുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എഴുത്തുകളും ബാർകോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ജേർണലിങ്ങിന് യൂസ് ചെയ്യാം. അതായത് ജങ്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് എന്തായാലും നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും എന്നുള്ളതൊക്കെ അറിയാട്ടോ. 100% ഉറപ്പാണ് എല്ലാ വീട്ടിലും ഇത് ഉണ്ടാവുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ഇതൊക്കെ ഒപ്പിക്കാൻ പറ്റുന്ന സാധനമായിട്ടോ. നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ബില്ലടിച്ച് കിട്ടും. ഇത് എന്തായാലും നമ്മൾ കളയരുത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് മിനിമലായിട്ടുള്ള വൈറ്റ് എസ്തെറ്റിക്സിലൊക്കെ ഉള്ള ഒരുപാട് ജേർണൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഞാൻ ഇങ്ങനത്തെ ഒരുപാട് എടുത്ത് വെക്കും. അതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രീ ഹാൻഡായി കയറി എടുത്തിട്ടൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ. അങ്ങനെ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് ഞാൻ ഒരു ഡയറിയെ കുറിച്ച് പേജസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലേക്ക് എന്തായാലും ഒരു ഡയറിയിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ എഴുതി തീർത്തതോ അല്ലെങ്കിൽ എഴുതാത്ത പല ഡയറീസും ഉണ്ടാവും. അപ്പോൾ ആ ഡയറിൻ്റെ ഒക്കെ താഴെ ഉണ്ടാവും ഇതുപോലത്തെ ഓരോ കാര്യങ്ങളും. ഇനി ഓരോ ഡയറിയും ഓരോ പോലെ ആയിരിക്കും, പക്ഷെ എന്നാലും അതിൽ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് കാര്യങ്ങളുണ്ടാവും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. വീട്ടിൽ ഒഴിവാക്കിയിട്ട് ഡയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാലണ്ടറോ അല്ലെങ്കിൽ അതുപോലെ ഡേറ്റ് അതുപോലെ മന്തിൻ്റെ ഒക്കെ പേരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ജേർണൽ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അടുത്തായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടിഷ്യൂ പേപ്പേഴ്സും. അതും നമുക്ക് ജേർണൽ സ്പ്രെഡിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഇതുപോലത്തെ ഡയറീൻ്റെ പേജസ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഡയറിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മന്ത് അതുപോലെ ഡേറ്റ് കാലണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇതുമുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് പോലെ കോട്ടിങ്സ് പോലെയൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അതൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു മെഡിക്കൽ ബില്ലാണ് കേട്ടോ. ഇതൊരു ഫാർമസിയിൽ നമ്മൾ മരുന്ന് വാങ്ങിച്ചതിൻ്റെ ബില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ അതായത് രണ്ട് സൈഡിലും ഇതുപോലെ ഹോള് വരുന്ന ബില്ലുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതിലത്തെ ഈ ഹോൾസ് ഉള്ള ഈ ഒരു പോർഷനെ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ജേർണൽസിൽ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളാണെങ്കിൽ എൻ്റെ വർക്ക്സ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ കാണാം ഇതുപോലത്തെ കാര്യങ്ങൾ. കാരണം ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ സംടൈംസ്. പിന്നെ ഇതിൽ ആ ഒരു ഫോണ്ട് കണ്ടത്, അതായത് ആ ബില്ലടിക്കാനുള്ള ഫോണ്ടും അതും നല്ലൊരു ഈസ്തെറ്റിക് വൈബ് ഉണ്ട്. അപ്പോൾ അതിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് എൻ്റെ അടുത്തൊരു സ്പൈറൽ ബൈൻഡിങ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആവശ്യമില്ലാത്തൊരു പേജ് ഞാൻ കയറി എടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഐറ്റം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ ഓരോ പേജസ് കാണാം. സോറി ഗൈസ്, പേജസ് അല്ല പേപ്പേഴ്സ്. ഞാൻ ഇത്ര നേരം പേജ് പറഞ്ഞിട്ട് എൻ്റെ വായിൽ പേജ് എന്ന് വന്നതാട്ടോ. അപ്പോൾ അങ്ങനത്തെ പേപ്പേഴ്സും അതും ഇതൊക്കെ ഞാൻ ഒരുപാട് മുമ്പ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അത് നമുക്ക് ജേർണലിങ്ങിൽ ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കാണിക്കുന്ന പ്രൊഡക്റ്റ് ഇതെന്തായാലും നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ബ്രൗൺ പാക്കേജിങ് ഉണ്ടാവില്ലേ, അപ്പോൾ ഇതുപോലത്തെ ആ ബ്രൗൺ കവേഴ്സ് നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ്, അതായത് ഇങ്ങനെ സിഗ്സാക്ക് ആയിട്ടുള്ള എഡ്ജസ് ആണ്, അത് നമുക്ക് ജേർണൽസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബ്രൗൺ പേപ്പർ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് കയറി എടുത്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് കാണിക്കുന്നത് ഇങ്ങനത്തെ കൊറിയർ പാക്കേജസ് ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെ ഒക്കെ. അവരിപ്പോൾ എല്ലാം ഇങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇങ്ങനത്തെ ബ്രൗൺ പാക്കേജിങ് ആണ്. ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാവരും. അപ്പോൾ ഇങ്ങനത്തെ പേപ്പേഴ്സും എടുത്ത് വെക്കാം. അതിൽ നിന്നും നമുക്ക് ആ ഒരു ബ്രൗൺ കളർ, ഒരു ലൈറ്റ് ബ്രൗൺ കളറാണല്ലോ, ആ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് അതിൽ കാണിച്ചത് അതും ഒരു ബില്ലായിരുന്നു കേട്ടോ. അതിലത്തെ ആ ഫോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ആ ഒരു ബില്ല് യൂസ് ചെയ്തിട്ടും നമുക്ക് ജേർണൽ ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ഇംഗ്ലീഷ് ബുക്ക്. അത് നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഒരു പഴയ ഇംഗ്ലീഷ് ബുക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു 50 രൂപയ്ക്കൊക്കെ ഇതുപോലെ ഒരു ബുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ആരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ പഴയ ബുക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ചാലും അതിൽ നിന്ന് നമുക്ക് പേജസ് യൂസ് ചെയ്തിട്ട് ജേർണൽസ് ചെയ്യാം കേട്ടോ. പിന്നെയുള്ള പ്രൊഡക്റ്റാണ് കാലണ്ടർ. ഇത് നമുക്ക് ജേർണലിന് പറ്റിയൊരു ഐറ്റമാണ്. ഇതിൽ നിന്ന് ഞാനിതുപോലെ ഡേറ്റ്
കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് എന്തോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ജങ്ക് ജേണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്തോ അതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഇന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ ആഡ് ചെയ്യാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് കാര്യങ്ങളും അതിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് കാണിക്കുന്നത് മാസ്കിംഗ് ടേപ്പ് ആട്ടോ. ഞാൻ പണ്ട് ജേണൽസ് ഒക്കെ ചെയ്തപ്പോൾ വാഷി ടേപ്പിന് വരെ യൂസ് ചെയ്തതായിരുന്നു. ഞാൻ ഇവിടെ കാണിക്കാട്ടോ ചിത്രം. അപ്പോൾ ഇതൊക്കെ ഞാൻ പഴയ ചെയ്ത ജേണലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ചിത്രങ്ങൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാസ്കിംഗ് ടേപ്പ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വാഷി ടേപ്പിന് പകരമായിട്ട് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മളെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ടാഗ് കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ടാഗ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ജേണൽസിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഏതെങ്കിലും പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. മറ്റേത് ഇങ്ങനെ കളർഫുൾ ആയിട്ട് കാണുമ്പോൾ ഒരു വൃത്തിയില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടാഗ് വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ ഒരു കളർ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ആ ടാഗ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഔട്ട്ലൈൻ വരച്ചെടുക്കുക അതിൻ്റെ. എന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ഇങ്ങനെ വിൻറ്റേജ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് ജേണൽസിൽ അതുപോലെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ടാഗ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ടാഗൊക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു. നല്ല ഭംഗിയുള്ള ഓരോ ഷേപ്പുകളാണല്ലോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ജേണൽസിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ബ്രൗൺ പാക്കേജിങ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ മുമ്പ് ഞാൻ വേറെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു കൈൻഡ് ഓഫ് ബ്രൗൺ, ഇത് വേറൊരു കൈൻഡ് ഓഫ് ബ്രൗൺ. അപ്പോൾ രണ്ട് കളേഴ്സ് ആണല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിലവിൽ എൻ്റെ വീട്ടിലുള്ള അക്രി സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാതെ ഇനി ഒരുപാട് സാധനങ്ങൾ നിങ്ങളൊക്കെ വീട് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമ്മുടെ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്ത് വെക്കാം. പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ഇല്ല, അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ആക്രി സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ജേണൽ സ്പ്രെഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു കുഞ്ഞു ബ്രൗൺ ജേണൽ ബുക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ജങ്ക് ജേണൽസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇതും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബ്രൗൺ പാക്കേജിങ് പേപ്പർ ജസ്റ്റ് കീറി എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രീ ഹാൻഡ് ആയിട്ട് കീറി എടുക്കുക. നമുക്ക് ഷേപ്പ് കാര്യങ്ങളൊന്നും അല്ല, ഇഷ്ടമുള്ള പോലെ കീറി എടുത്തിട്ട് അത് ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേസ് ആയിട്ട് അതാണ് നമ്മൾ ഫസ്റ്റിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡയറിയുടെ സൈഡിലുള്ള കാലണ്ടർ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു പോർഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു കാലണ്ടർ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതാണ് കേട്ടോ അടുത്തതായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു പോർഷൻ ഞാൻ എൻ്റെ സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ അതിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഭയങ്കര ഒരു മിനിമലായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണല്ലോ. അപ്പോൾ നല്ലൊരു വിൻറ്റേജ് ലുക്ക് കിട്ടും ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഓരോ ഡയറിക്കും ഓരോ പോലെ ആയിരിക്കും ഡിസൈൻ. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ഡയറിയുടെ ഡിസൈൻസ് ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി വേറെ ഡയറീസൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതുമ്പോൾ വേറെ ടൈപ്പിലുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒക്കെ ഒരു വൈറ്റ് കളറിൽ വരുന്ന പേപ്പേഴ്സ് ആണല്ലോ ഡയറീസ് ഉള്ളത്. അപ്പോൾ ഭയങ്കര ഒരു മിനിമൽ ലുക്ക് കിട്ടും നമ്മൾ ജേണലിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുകൾക്ക് കയറ്റിയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ലായിട്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു ഫാർമസി ബില്ലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൽ ഹോളുള്ള ഭാഗം ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോണ്ടും കാണാം, അതായത് ഇതിൽ അവർ പ്രിൻ്റ് അടിച്ചിട്ടുള്ള ഫോണ്ട് ഭയങ്കര ഭംഗിയുണ്ട്. അപ്പോൾ അതും കൂടെ കിട്ടുന്ന രീതിക്കുള്ള ഒരു പോർഷനായിട്ട് കീറി എടുക്കുന്നത്. അതും നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് കീറി എടുക്കുക. ഷേപ്പ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഡ്രസ്സിന് താഴെയുള്ള ആ നെറ്റ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ നല്ല സ്റ്റിഫ് നെറ്റ്, അങ്ങനെ എന്തോ ഒരു പേര് അതിന് പറയാതുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് നല്ല രസമാണ് നമ്മൾ ജേണൽസിൽ യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് ഒട്ടാൻ ടൈം എടുക്കും കേട്ടോ. നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ കുറച്ചൊരു പൊട്ടിക്ക് ടൈം ബാക്കിയുള്ള പേപ്പേഴ്സിനേക്കാളും എടുക്കും. കാരണം ഇത് വേറെ എന്തോ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണല്ലോ. അപ്പോൾ അത് ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മളൊന്ന് ക്ഷമയോടെ നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനും അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡയറിയിലെ ഒരു പോർഷൻ തന്നെയാണ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്. ഒരു കോട്ട് പോലത്തത് ഉണ്ട്. അത് ഈ ഡയറി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. താഴെ എല്ലാ പേജസിലും താഴെ ഓരോ, അതായത് ഫേമസ് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഓരോ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ ഒരു കോട്ടും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡിങ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആയിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കാണ്ട് ചെയ്യുന്നത്. ഇതും ഞാൻ സ്ക്രാപ്പ് ബുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഇത് ഭയങ്കര ഒരു എന്തായാലും ഞാൻ പ്രിൻ്റ് എടുക്കാറുണ്ട് ഇങ്ങനത്തെ കോട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് മീൻസ് ഒന്നുകൂടെ പ്രിന്റഡ് ആയിട്ട് വന്നതാണല്ലോ. അപ്പോൾ ഞാൻ അത് ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ഇവിടെ താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാണ്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പറൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ടിഷ്യൂ പേപ്പറിന് ഒരു ചെറിയ പോർഷന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുക്കി ചുളിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അത് ഞാൻ കുറേ ഫോറിൻ ക്രാഫ്റ്റേഴ്സിൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു പോർഷന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫെവിക്കോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഈ ട്വീസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചുക്കി ചുളിച്ച് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചുക്കി ചുളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചുക്കി ചുളിച്ച് കൊടുത്താൽ മതി. കൈ കൊണ്ട് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് വൃത്തിയാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അധികം
ടീസർ യൂസ് ചെയ്തിട്ടാണ് ആക്കാറുള്ളത്. അല്ലെങ്കിൽ കയ്യിൽ ഇനി പശയൊക്കെ ആവുമോ എന്നുള്ളൊരു വൃത്തികേട് ആലോചിച്ചിട്ടാണ് എനിക്ക് കൈ കൊണ്ടാക്കാനൊരു മടി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിച്ചാൽ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഡയറിയിട്ട് നമ്മളെ ഡേറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഡയറിയത്തെ ഒരു പേജസിൽ. അപ്പോൾ അതിന് ഒരു 25 എന്നുള്ളൊരു ഡേറ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്ന ഓരോ പേജസ് ആയിരുന്നു. അതൊക്കെ ഞാൻ എന്തോ ആവശ്യമില്ലാന്ന് കണ്ടപ്പോൾ അതൊക്കെ കീറി ഒഴിവാക്കിയ പേജസ് ആയിരുന്നു. അപ്പോൾ ഞാൻ കളയേണ്ട ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു അതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് അതുമെന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ജേർണലിങ്ങിൽ യൂസ് ചെയ്യാനും പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു പേപ്പറിൻ്റെ സൈഡിൽ നിന്ന് ഒരു നീളത്തിലുള്ള ഒരു പോർഷന് കട്ട് ചെയ്തെടുക്കണം. വീതി കുറഞ്ഞിട്ട് നീളത്തിലുള്ള ഒരു പോർഷന് കട്ട് ചെയ്തെടുക്കണം. ഇത് വാഷി ടൈപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലർ ഇതുപോലെ പേപ്പർ പീസസ് തന്നെ ഇങ്ങനെ ഒട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഞാൻ അധികം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ ഞാൻ ട്രിമ്മർ വെച്ചിട്ട് കട്ട് ചെയ്യല. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഓരോ പീസസൊക്കെ ഓൾറെഡി കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു കുപ്പിയിൽ ഇട്ട് വെക്കലാണ്. എന്നാലും ഇങ്ങനെ മെനക്കെട്ട് കട്ട് ചെയ്തിരുന്ന് ഒട്ടിക്കണ്ടല്ലോ, നേരെ അതെടുത്ത് ഒട്ടിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഒരു ഡ്രൈ ജിപ്സി ഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇതെൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് വേറെ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഫ്ലവേഴ്സ് കാര്യങ്ങളോ റോസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ജിപ്സി ഫ്ലവറിൻ്റെ അതുപോലത്തെ ഒരു രൂപസാദൃശ്യമുള്ള ഒരു ഫ്ലവർ ഇങ്ങനെ നമ്മൾ തൊടിയിലൊക്കെ കാണാം. അപ്പോൾ ജസ്റ്റ് തൊടിയൊക്കെ ഒന്ന് പോയിട്ട് തപ്പി നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫ്ലവർ കാണാൻ കിട്ടും. അപ്പോൾ ജസ്റ്റ് അത് വേണമെങ്കിൽ അത് ഒട്ടിച്ച് കൊടുത്താൽ മതി. ചിലരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചില മലയാളി കുട്ടികളൊക്കെ. അപ്പോൾ ഞാൻ ആ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വാഷി ടൈപ്പിന് പകരം ഈ മാസ്കിംഗ് ടൈപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. എല്ലാവരുടെ വീട്ടിൽ ഉപ്പാരടുത്ത് പോയി ചോദിച്ചാൽ മതി മാസ്കിംഗ് ടൈപ്പ് വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും എടുത്ത് തരും. നമ്മളെ വീട്ടിലൊക്കെ പെയിൻറ്റ് അടിക്കുമ്പോഴൊക്കെ കാണാം ഈ പണിക്കാരൊക്കെ സൈഡിൽ ഒട്ടിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ടൈപ്പാണ് കേട്ടോ ഇത് ഞാൻ എന്തോ വീട്ടിൽ എന്തോ ഒരു പണി ഉണ്ടായപ്പോൾ കൊടുക്കുന്നതായിരുന്നു. ഞാൻ നേരെ അടിച്ച് മാറ്റിയിട്ട് പോകുന്നത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ മിനിമലിസ്റ്റിൻ്റെ ഒരു സിറം വാങ്ങിച്ചൊരു പാക്കേജിങ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതും വന്ന് ജസ്റ്റ് അതുമ്മൽ ഒരുപാട് എഴുത്തുകൾ കാര്യങ്ങളുണ്ട്, ഹൗ ടു യൂസ് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന്ന് ജസ്റ്റ് ഒരു കോട്ടല്ല ഒരു എഴുത്തുണ്ട്, അത് ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ ഫ്ലവർ നമ്മൾ ഒട്ടിച്ചല്ലോ മാസ്കിൻ ടൈപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക ഒന്നും കൂടെ ഒരു ഭംഗിയാകും അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. വാഷ് ടൈപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ എന്തെങ്കിലും കോഡ്സ് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. ഇക്കത് അങ്ങനെ ലേഔട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഒരു മെത്തേഡ് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ജേണൽ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും പഴയ ഇംഗ്ലീഷ് നോവലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്ക് സെറ്റ് ചെയ്ത് വെക്കുക. കാരണം അതിൽ നമുക്ക് ഒരുപാട് പേജസ് കയറി എടുക്കാൻ പറ്റും. വിൻറ്റേജ് ജേണലിംഗ് ചെയ്യുമ്പോൾ നന്നായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ ഒരു പഴയ ഒരു ബുക്കായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള പേജ് നമ്പേഴ്സ് ഉണ്ടാവില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടം. കാരണം നല്ലൊരു ഭംഗിയുള്ള ഫോണ്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ അതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്തതായിട്ട് ഞാൻ എപ്പോഴും ജേണൽസ് ചെയ്യുമ്പോഴും ഒരു റൗണ്ട് സ്റ്റിക്കർ എപ്പോഴും അതുപോലെ ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് ഒന്നുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് വലിയ സൈസാണ്. അപ്പോൾ ഇതിൽക്ക് അതൊരു മാച്ച് ആവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ DIY ആയിട്ടാണല്ലോ ഒക്കെ ചെയ്യുന്നത്, അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ളൊരു സ്കെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റോളർമ ഉണ്ട് ഇങ്ങനെ ഒരു കുറേ റൗണ്ട്സ് ഓവൽ ഷേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുമ്പോൾ ഒരു കുഞ്ഞു റൗണ്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഞാൻ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ജേണൽസിൻ്റെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് അടുത്തത് വേണ്ടത് എന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.